ഗുഡ് മോർണിംഗ്. നമ്മൾ അടുത്ത മൊഡ്യൂളിലേക്ക് കിടക്കുകയാണ്. ഇത് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാനുള്ളത് ഡിഫ്ലക്ഷൻ ഓഫ് ബീംസ് ആണ്. ഡിഫ്ലക്ഷൻ ഓഫ് ബീംസ് അതായത് എന്താണ് ഇതിന്റെ എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒരു ബീം ഡിസൈൻ ചെയ്യുമ്പോൾ, ഒരു സ്ട്രക്ചറൽ മെമ്പർ ഡിസൈൻ ചെയ്യുമ്പോൾ, മേജർ ആയിട്ട് ഒരു ബീം അല്ലെങ്കിൽ സ്ലാബ് നമുക്ക് ആദ്യം കൺസിഡർ ചെയ്യേണ്ടത് അതിന് ഇനഫ് സ്ട്രെങ്ത് ഉണ്ടോ എന്നുള്ളതാണ്. സ്ട്രെങ്ത് അതിനർത്ഥം എന്താ? അതില് ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ വരുന്ന മാക്സിമം സ്ട്രെസ്സുകൾ, സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഡ് വരുന്ന കറസ്പോണ്ടിങ് ആയിട്ട് ഉണ്ടാകുന്ന പ്രഷറുകൾ എന്ന് വേണമെങ്കിൽ പറയാം അല്ലെ, അതിന് ഉണ്ടാകുന്ന മാക്സിമം സ്ട്രെസ്സുകൾ ആ ഒരു മെറ്റീരിയലിന്റെ ഒരു അതിന് താങ്ങാൻ പറ്റാവുന്ന ഒരു സ്ട്രെസ് ഉണ്ടാവില്ലേ, അതിനാണ് നമ്മൾ പെർമിസിബിൾ സ്ട്രെസ് എന്നൊക്കെ പറയാം. അതിന്റെ ഉള്ളിലാണോ എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യണം. അതാണ് ഫസ്റ്റ് ക്രൈറ്റീരിയ. അപ്പൊ അതിനെന്ത് ചെയ്യണം? നമുക്ക് അതില് ഇത്ര ലോഡ് കൊടുത്താൽ എത്രത്തോളം സ്ട്രെസ്സസ് ഡെവലപ്പ് ചെയ്യും, എത്ര ബെൻഡിങ് മൊമെന്റ് ഉണ്ടാവും, എത്ര ഷിയർ ഫോഴ്സ് ഉണ്ടാവും, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ബെൻഡിങ് സ്ട്രെസ് എത്ര ഉണ്ടാവും, ഷിയർ സ്ട്രെസ് എത്ര ഉണ്ടാവും എന്നുള്ളതൊക്കെ കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും ബെൻഡിങ് മൊമെന്റ്, ഷിയർ ഫോഴ്സ്, റിയാക്ഷൻസ് ഒക്കെ പഠിച്ചത്. ഓക്കെ, അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ ബീമിന് എത്രത്തോളം എടുക്കാൻ പറ്റും, അതിൽ എത്രത്തോളം ലോഡിങ്ങിന് കറസ്പോണ്ടിങ് ആയിട്ട് എത്രത്തോളം സ്ട്രെസ്സുകൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, ആ സ്ട്രെസ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ അത്രത്തോളം സ്ട്രെസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, അത് നമ്മളെ പെർമിസിബിൾ ലിമിറ്റിനകത്താണോ എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യുക. ഓക്കെ, അതാണ് ഡിസൈനിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. ഒരു ലിമിറ്റ് സ്റ്റേറ്റ് ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ബീം ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് നോക്കുന്നത് ഈ കാര്യങ്ങളാണ്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം സ്ട്രെസ്സസ് ആണ്. പക്ഷെ ഈ മാക്സിമം സ്ട്രെസ് എടുക്കുന്നതിന് മുന്നേ തന്നെ ഇതെന്ത് ചെയ്യാം? ചിലപ്പോൾ ഡിഫ്ലക്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള ഒരു ബെൻഡ് ഉണ്ടാവും. ഇത് നമ്മള് ഇപ്പൊ നമ്മളൊരു സാധാ ഒരു ഉറപ്പില്ലാത്ത എന്തെങ്കിലും ഒരു വടിയോ എന്തെങ്കിലും കയ്യിലെടുത്തിട്ട് അതിന് നടുക്ക് സെൻട്രൽ ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് നന്നായിട്ട് ബെൻഡ് ആവും അല്ലെ. നേരെ മറിച്ച് ഒരു ബീം എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ നല്ല റിജിഡ് ആയിട്ടുള്ള ഒരു കോൺക്രീറ്റ് മെറ്റീരിയൽ അല്ലെങ്കിൽ ഒരു RCC എന്ന് പറയുന്നത് അത്രത്തോളം ബെൻഡ് ആവില്ല, എന്നാലും ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു ബെൻഡ് ഉണ്ടാവും. നമ്മളെ സംബന്ധിച്ചിടത്തോളം കോൺക്രീറ്റ് അത്ര റിജിഡ് ആണ്, മാത്രമല്ല ഇതിലെ കോൺക്രീറ്റ് എന്ന് പറയുന്നത് ബ്രിട്ടിലും കൂടെ ആയതുകൊണ്ട് ചെറിയ ഡിഫ്ലക്ഷൻസ് പോലും സ്ട്രക്ചർ ഫെയിൽ ആവാൻ ചാൻസ് ഉണ്ട്. കോൺക്രീറ്റ് എന്ന് പറഞ്ഞാൽ ബ്രിട്ടിൽ മെറ്റീരിയൽ, ചെറിയ പൊട്ടെടുത്ത് കഴിഞ്ഞാൽ അത് പൊട്ടും. ഓക്കെ, അപ്പോൾ അത് ഡിഫ്ലക്ഷൻസ് നമുക്ക് എന്ത് ചെയ്യണം? ലിമിറ്റ് ചെയ്യണം. ഡിഫ്ലക്ഷനും എന്താവണം? സ്ട്രെസ്സസ് പെർമിസിബിൾ ലിമിറ്റിനകത്തായി എന്ന് പറയുന്ന പോലെ തന്നെ ഡിഫ്ലക്ഷൻസും പെർമിസിബിൾ ആയിട്ടുള്ള ഒരു ലിമിറ്റ് ഉണ്ട്. നമുക്ക് ഇപ്പൊ ഇത്ര ലെങ്ത് ഉള്ള ബീമിന് എത്ര വരെ മാക്സിമം പോകാം എന്നൊരു ലിമിറ്റ് നമുക്ക് കുറെ സ്റ്റാൻഡേർഡുകൾ നമുക്കുണ്ട്. അതിനകത്ത് എന്ത് ചെയ്യണം? ഡിഫ്ലക്ഷൻസും ലിമിറ്റ് ചെയ്യപ്പെടണം. ഓക്കെ, അപ്പൊ അതിനെന്ത് ചെയ്യണം? നമുക്ക് എന്തറിയണം? ഈ ഒരു ലോഡ് കൊടുത്താൽ നമുക്ക് ഇത്ര സ്പാൻ ഉള്ള ഒരു ബീമിൽ ഇത്രയും ലോഡ് കൊടുത്തു കഴിഞ്ഞാൽ മാക്സിമം എത്ര ഡിഫ്ലക്ഷൻ ഉണ്ടാവും, അത് എവിടെയാണ് ഉണ്ടാവുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ അറിയണം അല്ലെ. നമ്മളിപ്പോ മാക്സിമം ബെൻഡിങ് മൊമെന്റ് എവിടെ ഉണ്ടാവുക, മാക്സിമം ഷിയർ ഫോഴ്സ് എവിടെ ഉണ്ടാവുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെയാണ് ഡിഫ്ലക്ഷന്റെ കേസ്. മാക്സിമം ഡിഫ്ലക്ഷൻ എവിടെ ഉണ്ടാവും, മാക്സിമം ആ പോയിന്റ് എവിടെയാണ്, അത് വാല്യൂ എത്രയാണ്, എന്നാലേ നമുക്ക് അത് പെർമിസിബിൾ ലിമിറ്റിന് അകത്താണോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ അതാണ് നമ്മളെ എയിം. അപ്പൊ ഡിഫ്ലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാസ്റ്റ് ഏരിയ ആണ്, കുറച്ച് ഡെറിവേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും, അതിന്റെ ഫോർമുലാസ് ആണ് മേജർ ആയിട്ട് നോക്കുന്നത്. ഫോർമുലാസ് അതിന് നമുക്കൊരു ഇപ്പം സിംപ്ലി സപ്പോർട്ടഡ് ബീം സെൻട്രലിൽ ഒരു പോയിന്റിലോട് വരുമ്പോൾ മാക്സിമം ബെൻഡിങ് മൊമെന്റിന്റെ വാല്യൂ നിങ്ങൾക്ക് അറിയാം, WL/4 എന്ന് പറയുന്നത് അല്ലെ. അതേ കേസ് UDL വരികയാണെങ്കിൽ അത് WL²/8 ആയി മാറും അല്ലെ. അപ്പോ കറസ്പോണ്ടിങ് ആയിട്ട് ഇതുപോലെ സ്ലോപ്പിന് ഡിഫ്ലക്ഷനും നമുക്ക് എന്തുണ്ട്? ഓരോ വാല്യൂസ് ഉണ്ട്, സ്റ്റാൻഡേർഡ് വാല്യൂസ് ഉണ്ട്. അത് പഠിക്കുക, അതിന്റെ ഡെറിവേഷൻ അതെങ്ങനെ കിട്ടി, അതുപോലെ തന്നെ ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കാനുള്ള 2-3 മെത്തേഡുകൾ, അതൊക്കെയാണ് ഈ ഒരു മൊഡ്യൂളിൽ കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഡിഫ്ലക്ഷൻ? അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു ടേം തന്നെയാണ് സ്ലോപ്പും. രണ്ടും ഇന്റർ റിലേറ്റഡ് ആണ്. അപ്പൊ എന്താണ് സ്ലോപ്പ്, എന്താണ് ഡിഫ്ലക്ഷൻ? അതാണ് ആദ്യത്തെ കുറച്ച് പോർഷനിൽ പഠിക്കാനുള്ളത്. പിന്നെ ഒരു ഡെറിവേഷൻ ആണ്. ഓക്കെ, നമുക്ക് മേജർ ആയിട്ട് പഠിക്കാനുള്ളത് 2 ടൈപ്പ് ബീംസിന്റെ ഡിഫ്ലക്ഷൻ ആണ്. അതിൽ ഡിഫറെന്റ് ആയിട്ട് വരുന്ന ലോഡിംഗ് കേസുകളുടെ കൺസിഡർ ചെയ്യും അല്ലെ. 2 ടൈപ്പ് ബീം എന്ന് പറഞ്ഞാൽ ഒന്ന് സിംപ്ലി സപ്പോർട്ടഡ് ബീമും മറ്റൊന്ന് കാന്റിലിവർ ബീമും.
ഈ രണ്ട് ബീമിലും UDL വരുമ്പോഴും പോയിന്റ് ലോഡ് വരുമ്പോഴും ഡിഫ്ലക്ഷൻസ് എത്രത്തോളം ഉണ്ടാവുന്നുണ്ട്, എവിടെയാണ് മാക്സിമം സപ്പോർട്ടിൽ ഉണ്ടാകുന്ന ഡിഫ്ലക്ഷൻ എത്രയാണ്, അല്ലെങ്കിൽ സെന്ററിൽ ഉണ്ടാകുന്ന എത്രയാണ്, അല്ലെങ്കിൽ ലെഫ്റ്റിൽ നിന്ന് 1 മീറ്റർ മാറിക്കഴിഞ്ഞാൽ എത്ര ഉണ്ടാവുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. ഓക്കെ, നമ്മള് എന്താണ് സ്ലോപ്പ്, എന്താണ് ഡിഫ്ലക്ഷൻ എന്നാണ് ആദ്യം പറയുന്നത്. അപ്പൊ ആദ്യം എന്താണ് ഡിഫ്ലക്ഷൻ, എക്സാക്ട് ഡെഫിനിഷൻ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമുക്ക് ഒരു സിംപ്ലി സപ്പോർട്ടർ ബീം ഉണ്ട്. അതിന്റെ ലെഫ്റ്റ് സപ്പോർട്ട് എന്ന് പറയുന്നത് എയും ബിയും. സിംപ്ലി സപ്പോർട്ടർ ബീം നിങ്ങൾക്ക് അറിയാം, ഒരു എൻഡ് ഹിഞ്ചറും അതർ എൻഡ് റോളറും ആണ്. ഹിഞ്ചർ റോളറും കാണിച്ചിട്ടില്ലെങ്കിലും സിമ്പിൾ ആയിട്ട് ഇങ്ങനെ രണ്ട് ആരോ കാണിച്ചാലും അതിനർത്ഥം സിംപ്ലി സപ്പോർട്ടർ ബീം തന്നെയാണ്. കാരണം സിംപ്ലി സപ്പോർട്ടർ ബീമിൽ രണ്ട് വെർട്ടിക്കൽ റിയാക്ഷൻസ് മാത്രമേ അവിടെ എന്തോ ഡെവലപ്പ് ചെയ്യുന്നുള്ളൂ. പിന്നെ ഹൊറിസോണ്ടൽ റിയാക്ഷൻ ആണ് ഒരു എൻഡില്, പക്ഷെ അത് ഹൊറിസോണ്ടൽ ലോഡിംഗ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അത് നെഗ്ലക്ട് ചെയ്യും. ഓക്കെ, അപ്പൊ ഇങ്ങനെ കാണിച്ചാലും ഒരു സിംപ്ലി സപ്പോർട്ടർ ബീം തന്നെയാണ്. അതിന്റെ സ്പാനിന്റെ ലെങ്ത് അല്ല. നമ്മൾ അതിന്റെ സെന്ററിൽ ഒരു പോയിന്റ് ലോഡ് W ആക്ട് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഡിഫ്ലക്റ്റഡ് ഷേപ്പ് ഓൾമോസ്റ്റ് ഈ ഒരു രീതിയിലായിരിക്കും. ഓക്കെ, ഡിഫ്ലക്റ്റഡ് ഷേപ്പ് ഓൾമോസ്റ്റ് ഈ രീതിയിലായിരിക്കും. ഓക്കെ, ഇവിടെ തൊട്ട് തന്നെ ഡിഫ്ലക്ട് ചെയ്യാൻ തുടങ്ങും. കാരണം ഇവിടെ റൊട്ടേഷൻ ഫ്രീ ആണ്, ഹിഞ്ചർ സപ്പോർട്ട് ആണ്, ഇവിടെ റോളർ സപ്പോർട്ടും ആയിരിക്കും. രണ്ടും റൊട്ടേഷൻ അലോ ചെയ്യുന്നതായതുകൊണ്ട് തന്നെ ഇവിടെ വെച്ച് തന്നെ ഇത് റൊട്ടേറ്റ് ചെയ്യും. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കണം, വളരെ എക്സാജറേറ്റ് ചെയ്തൊരു ഫിഗർ ആണ്. പ്രാക്ടിക്കൽ കേസിൽ ഈ ഇത്രയും ഹെവി ഡിഫ്ലക്ഷൻ ഒന്നും ഉണ്ടാവില്ല കോൺക്രീറ്റ് ബീമിന്റെ കേസിൽ. എന്നാൽ സ്റ്റീൽ ബീമിന്റെ കേസിലാണെങ്കിൽ കുറച്ചുകൂടി ഡിഫ്ലക്ഷൻ നമുക്ക് വിസിബിൾ ആയുള്ള രീതിയിൽ ഡിഫ്ലക്ഷൻ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത് കുറച്ചുകൂടി എക്സാജറേറ്റ് ചെയ്ത് നമുക്ക് സ്റ്റഡി ചെയ്യാൻ കുറച്ചുകൂടി വലുതാക്കിയിട്ടുള്ള ഒരു ഫിഗർ ആണ്. അപ്പൊ ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ് ഡിഫ്ലക്ഷൻ? ഡിഫ്ലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ബീമിൽ, നമ്മൾ നേരത്തെ കഴിഞ്ഞ മൊഡ്യൂളിൽ ഫിക്സഡ് ബീം പറഞ്ഞപ്പോൾ പറഞ്ഞു, കുഴപ്പമില്ല, എന്തായാലും ഒന്നുകൂടി ശ്രദ്ധിക്കുക. ഒരു പോയിന്റ്, ആ പോയിന്റിന്റെ റിലേറ്റീവ് പൊസിഷൻ അല്ലെങ്കിൽ അതിനുണ്ടാകുന്ന ചേഞ്ച് ഇൻ പൊസിഷൻ ബിഫോർ ആൻഡ് ആഫ്റ്റർ ലോഡിംഗ്. ആഫ്റ്റർ ലോഡിംഗ് കഴിഞ്ഞതിന് ശേഷം ലോഡിങ്ങിന്റെ മുന്നും അതിന്റെ സ്ഥിതി എന്തായിരുന്നു, അതിന്റെ പൊസിഷൻ ചേഞ്ച് ചെയ്തിട്ടില്ലെങ്കിൽ അതിന്റെ ആ വെർട്ടിക്കൽ മൂവ്മെന്റ് ആണ് ആക്ച്വലി ഡിഫ്ലക്ഷൻ എന്ന് പറയാം. നമുക്ക് ഇവിടെ പോയിന്റ് സി എന്ന് പറഞ്ഞ ഒരു പോയിന്റ് ഉണ്ട്, അവിടെയാണ് ലോഡ് ആക്ട് ചെയ്യുന്നത്, അത് സെന്ററുമാണ്. ഓക്കെ, അപ്പൊ സി എന്നുള്ള പോയിന്റ് നേരത്തെ എവിടെയായിരുന്നു, ലോഡ് ചെയ്യുന്നതിന് മുന്നേ ലോഡ് ചെയ്ത് ഡിഫ്ലക്ട് ചെയ്തപ്പോൾ ആ പോയിന്റ് എന്ത് ചെയ്തു, ഇവിടെ എത്തിയില്ലേ. ഓക്കെ, ഇതാണ് ഇപ്പൊ ഈ ഒരു പോയിന്റ് തമ്മിലുള്ള വെർട്ടിക്കൽ ആയിട്ടുള്ള ഡിസ്പ്ലേസ്മെന്റ് ആണ് ആക്ച്വലി ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ യൂഷ്വലി ഡിനോട്ട് ചെയ്യുക സ്മോൾ വൈ ആണ് സഫിക്സ്. ഏത് പോയിന്റിലെയാണോ ഉള്ളത് ആ പോയിന്റ് നമ്മൾ ഡിനോട്ട് ചെയ്യാറുണ്ട് YC. ഇപ്പോ ഓക്കെ, ഇനി വേറെ ഇവിടെ ഇപ്പൊ ഒരു പോയിന്റ് E എന്നുള്ളൊരു പോയിന്റ് ഇവിടെ ഉണ്ടെന്ന് വിചാരിക്കാം. E എന്നുള്ള പോയിന്റിലാണെന്നുണ്ടെങ്കിൽ ഇവിടെ E എന്നുള്ള പോയിന്റ് ഇതിലുള്ള ഡിഫ്ലക്ഷൻ എത്ര ആയിരിക്കും, YE അല്ലെ. അത് എന്ന് പറയുന്നത് ഈ ഒരു വാല്യൂ ആയിരിക്കും അല്ലെ. അപ്പൊ നമുക്ക് ഓരോ കേസ് ലോഡിങ്ങിനനുസരിച്ച് കർവുകൾ മാറും. നമുക്ക് ആ ഒരു കർവിന്റെ ഫിഗറിൽ നിന്ന് തന്നെ, അല്ലെങ്കിൽ ഡിഫ്ലക്ഷന്റെ കർവിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എവിടെയാണ് മാക്സിമം ഉണ്ടാവുന്നത്, എവിടെയാണ് മിനിമം ഉണ്ടാവുന്നത് എന്നൊക്കെ പറയാൻ പറ്റൂലേ. ഇപ്പൊ ഈ ഒരു കേസിൽ ഇവിടെ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഡിഫ്ലക്ഷൻ ഉണ്ടാവില്ല, ഇവിടെ 0 ആയിരിക്കും രണ്ട് എൻഡിലും. ഇവിടെ സെന്റർ പോയിന്റിൽ തന്നെ ആയിരിക്കും മാക്സിമം ഉണ്ടാവുന്നത്. ഓക്കെ, അതിലേറെ കുറവ് വാല്യൂ ആയിരിക്കും, ബാക്കിയുള്ള ലെഫ്റ്റിലും റൈറ്റിലോട്ടുള്ള വാല്യൂസ് എല്ലാം കുറവായിരിക്കും. ഓരോ പോയിന്റിലും ഡിഫ്ലക്ഷന്റെ വാല്യൂ ഉണ്ടാവും, സപ്പോർട്ടിൽ 0 ആയിരിക്കും. ഓക്കെ, അപ്പൊ അതൊക്കെ നമുക്ക് നോക്കാം. അപ്പൊ എന്താണ് ഡിഫ്ലക്ഷൻ, ഡെഫിനിഷൻ നോക്കാം. ഡിഫ്ലക്ഷൻ ഓഫ് എ ബീം ഈസ് ബേസിക്കലി ഡിഫൈൻഡ് ആസ് ദ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ഓഫ് എ ബീം മെഷേർഡ് ബിഫോർ ആൻഡ് ആഫ്റ്റർ ലോഡിംഗ്. ലോഡിങ്ങിന് മുമ്പ് ലോഡിങ്ങിന് ശേഷവും മെഷർ ചെയ്ത ഒരു പോയിന്റിലെ വെർട്ടിക്കൽ ഡിഫറൻസ്, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ദ ട്രാൻസ്വേഴ്സ്, വേറൊരു രീതിയിലും ഡെഫിനിഷൻ പറഞ്ഞു എന്നുള്ളൂ. ഇറ്റ് ഈസ് ദ ട്രാൻസ്വേഴ്സ് ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ന്യൂട്രൽ ആക്സിസ് ഫ്രം ഇറ്റ്സ് ഒറിജിനൽ പൊസിഷൻ അണ്ടർ ദ ആക്ഷൻ ഓഫ് ലോഡ്. അത് പറഞ്ഞെന്താ വെച്ചാൽ നമ്മള് ബീമിനെ ആക്ച്വലി ഒരു സ്കെൽട്ടൺ ആയിട്ടേ കാണിച്ചിട്ടുള്ളൂ. അപ്പൊ ഇത് ന്യൂട്രൽ ആക്സിസ് ആയിട്ട് കൺസിഡർ ചെയ്ത് ന്യൂട്രൽ ആക്സിസിന്റെ സ്വാഭാവികമായിട്ടും ബീം ബെൻഡ് ചെയ്യുമ്പോൾ ന്യൂട്രൽ ആക്സിസും ബെൻഡ് ചെയ്യും. ന്യൂട്രൽ ആക്സിസ് ബെൻഡ് ചെയ്യുന്ന പൊസിഷനും ചേഞ്ച് ചെയ്യുന്ന പൊസിഷൻ, അത് രണ്ടും സെയിം തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇത് നമ്മൾ പറഞ്ഞിരുന്നു. ഈ ഡിഫ്ലക്റ്റഡ് ഷേപ്പ് ഓഫ് ദ ന്യൂട്രൽ ആക്സിസ്, അല്ലെങ്കിൽ ഈ ഒരു ഡിഫ്ലക്റ്റഡ് ഷേപ്പിന് പറയുന്ന പേരാണ് ഇലാസ്റ്റിക് കർവ്. ബിക്കോസ് നമ്മൾ ഇവിടെ ബീം ഒരു ഇലാസ്റ്റിക് മെറ്റീരിയൽ ആയിട്ടാണ്, അല്ലെങ്കിൽ ഇലാസ്റ്റിക്
ഇലാസ്റ്റിക് ബിഹേവിയർ ആണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതിനെ ഈ ഒരു ഡിഫ്ലക്റ്റഡ് ഷേപ്പിനെ പറയുന്ന പേരാണ് ഇലാസ്റ്റിക് കർവ്. ഇലാസ്റ്റിക് കർവ്. ഓക്കെ ആണോ? അപ്പൊ നമ്മൾ ഡിഫ്ലക്ഷൻ നോക്കി. ഇനി ഡിഫ്ലക്ഷൻ ഓഫ് എ ബീം ഡിപ്പെൻഡ്സ് അപ്പോൺ, അത് എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യും? നമുക്കറിയാം അത് സപ്പോർട്ടിനെ ഡിപ്പെൻഡ് ചെയ്യും, സ്വാഭാവികമായിട്ടും സപ്പോർട്ടിനെ ഡിപ്പെൻഡ് ചെയ്യും, ലോഡിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്യും, ഈ ലെങ്ത് എത്രത്തോളം ഉണ്ട് അതിനെ ഡിപ്പെൻഡ് ചെയ്യും. കാരണം തിരിച്ചാൽ അറിയാം, നമുക്ക് ഒരു 2 മീറ്റർ ലെങ്ത് ഉള്ള ഒരു ബീം ഉണ്ട്, അതിനെ സെന്ററിൽ ലോഡ് ചെയ്ത് വിചാരിക്കാം, അതിനുണ്ടാകുന്ന ഡിഫ്ലക്ഷനും ഇപ്പൊ ഒരു 10 മീറ്റർ ലെങ്ത് ഉള്ള ഒരു ബീം, അതായത് 10 മീറ്റർ ലെങ്ത് ഉള്ള ബീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം എന്താ? അതിന്റെ ഇടയ്ക്ക് സപ്പോർട്ട് ഒന്നുമില്ല. ഈ ഫസ്റ്റത്തെ ഒരു എൻഡിലും പിന്നെ 10 മീറ്റർ കഴിഞ്ഞിട്ടുള്ള അതിന് സപ്പോർട്ട്. അപ്പൊ എന്തായാലും അത് ലോഡ് ചെയ്യുമ്പോൾ അത് ബെൻഡ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലായിരിക്കും അല്ലെ? സ്പാൻ കൂടുന്നതോറും ബെൻഡിങ്ങിനുള്ള ചാൻസും കൂടുതലായിരിക്കും അല്ലെ? അപ്പൊ എന്തൊക്കെ ഫാക്ടേഴ്സ് ഒരു ഡിഫ്ലക്ഷനെ ഡിപ്പെൻഡ് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഫസ്റ്റ് വൺ ലോഡ് തന്നെയാണ്. ലോഡ് കൂടുന്തോറും ഡിഫ്ലക്ഷൻ കൂടും, സ്വാഭാവികം. സ്പാനും ഇത് തന്നെയാണ് അവസ്ഥ. സ്പാൻ കൂടുന്തോറും ഡിഫ്ലക്ഷൻ കൂടും. ക്രോസ് സെക്ഷണൽ ഡയമെൻഷൻ അനുസരിച്ച് എന്താണ് വേരിയേഷൻ വരുന്നത് എന്നുള്ളത് നോക്കാം. ക്രോസ് സെക്ഷണൽ ഡയമെൻഷന്റെ വേരിയേഷൻ എന്തിനാണ് വേരി ചെയ്യുന്നത്? മൊമെന്റ് ഓഫ് ഇനേർഷ്യ അല്ലെ? ഐ. ക്രോസ് സെക്ഷണൽ ഡയമെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെക്ടാങ്കുലർ ബി ആകുമ്പോൾ വെടുത്തും ഡെപ്തും. അപ്പൊ അത് മാറുന്നതിനനുസരിച്ച് എന്ത് ചെയ്യാം? നമുക്ക് ഡിഫ്ലക്ഷൻസ് ചേഞ്ച് ചെയ്യാം. പിന്നെ യങ്സ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി, അതൊരു മെറ്റീരിയൽ പ്രോപ്പർട്ടി ആണ്. മെറ്റീരിയൽ മാറുന്നതിനനുസരിച്ചും ഡിഫ്ലക്ഷൻ മാറും അല്ലെ? കാരണം എന്താ? ഒരു സ്റ്റീൽ ബീം ഡിഫ്ലക്ട് ചെയ്യുന്ന അതേ കേസ് ആവില്ല ഒരു കോൺക്രീറ്റ് ബീം ഡിഫ്ലക്ട് ചെയ്യും. രണ്ടും സെയിം ലോഡിംഗ് ആണെങ്കിൽ സെയിം സ്പാൻ ഉള്ള സെയിം ലോഡ് കൊടുത്ത് ഒരു സ്റ്റീൽ ബീമും ഒരു കോൺക്രീറ്റ് ബീമും ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടും ഡിഫ്ലക്ട് ചെയ്യുന്നത് രണ്ട് രീതിയിലായിരിക്കും അല്ലെ? അപ്പോൾ അതിന്റെ മെറ്റീരിയലിന്റെ പ്രോപ്പർട്ടിനനുസരിച്ച് മാറും. മെറ്റീരിയൽ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആക്ച്വലി യങ്സ് മോഡുലസ് ആണ് അല്ലെ? ഇത് സപ്പോർട്ട് കണ്ടീഷൻ അനുസരിച്ചും എന്ത് ചെയ്യാം? ഡിഫ്ലക്ഷൻസ് മാറി വരാം. ഓക്കെ, കാരണം ഇതേ ബീം ഇവിടെ ഫിക്സഡ് എൻഡ് ആയി കഴിഞ്ഞാൽ എന്താണ് ഇത്രയും ഡിഫ്ലക്ഷൻ ഉണ്ടാവില്ല. നമ്മൾ നോക്കിയതാണ് ഡിഫ്ലക്ഷൻ എന്ത് ചെയ്യും? ഇവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങുള്ളൂ, അത് ഈ ഒരു രീതിയിലായിരിക്കും ഡിഫ്ലക്റ്റഡ് കർവ്. അപ്പൊ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ സപ്പോർട്ട് മാറുന്നതിനനുസരിച്ചും ഡിഫ്ലക്ഷൻസ് മാറി വരും. ഇനി നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ട ഒരു സംഗതിയാണ് ഇലാസ്റ്റിക് കർവ് ഫോർ ഡിഫറെന്റ് എൻഡ് കണ്ടീഷൻ. വ്യത്യസ്തമായിട്ടുള്ള എൻഡ് കണ്ടീഷൻ, അതായത് സപ്പോർട്ട് മാറുന്നതിനനുസരിച്ച് ഡിഫ്ലക്ഷന്റെ കർവ്, ഇലാസ്റ്റിക് കർവ് അല്ലെങ്കിൽ ഡിഫ്ലക്റ്റഡ് കർവ് മാറുന്നതാണ് നോക്കുന്നത്. ഓക്കെ, സിംപ്ലി സപ്പോർട്ടഡ് ബീം ലോഡ് അനുസരിച്ച് മാറും. പക്ഷെ ഇവിടെ ഇപ്പൊ യൂണിഫോം ആയിട്ട് ലോഡ് ഉണ്ടെന്ന് വിചാരിക്കുക, UDL ആയിട്ട് ആക്ട് ചെയ്യണമെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ സിംപ്ലി സപ്പോർട്ടഡ് ബീമിന്റെ ഇലാസ്റ്റിക് കർവ് ഇതായിരിക്കും അല്ലെ? ഇവിടെ തൊട്ട് തന്നെ ബെൻഡ് ചെയ്യും, ഇവിടെ മാക്സിമം ഡിഫ്ലക്ഷൻ എത്തും, പിന്നെ അത് വീണ്ടും ഇവിടെ സീറോയിലോട്ട് തന്നെ എത്തും. ഓക്കെ, ഇനി ഒരു കാന്റിലിവർ ബീം ആകുമ്പോൾ ശ്രദ്ധിക്കണം, ഒരു എൻഡ് ഫിക്സഡ് ആണ് അല്ലെ? ഒരു എൻഡ് ഫിക്സഡ് ആണ്. ഫിക്സഡ് ആകുമ്പോൾ എന്ത് ചെയ്യില്ല, ഇവിടെ തന്നെ റൊട്ടേറ്റ് ചെയ്യില്ല, കുറച്ച് മാറിയിട്ടാണ് ഇതിന്റെ റൊട്ടേഷൻ സ്റ്റാർട്ട് ചെയ്യുക അല്ലെ? ബെൻഡ് സ്റ്റാർട്ട് ചെയ്യുക, ഡിഫ്ലക്ഷൻ സ്റ്റാർട്ട് ചെയ്യുക. സോ കുറച്ച് മാറിയിട്ട് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ മാക്സിമം വാല്യൂ ഓഫ് ഡിഫ്ലക്ഷനിലോട്ട് അതെത്തും. ഇതാണ് അതിന്റെ ഷേപ്പ്. പിന്നെ രണ്ട് ടൈപ്പ് ഷേപ്പ് കൂടെ നമുക്ക് നോക്കാം. നമുക്ക് ഇപ്പോ അത് ഡീറ്റെയിൽഡ് ആവശ്യമില്ല. ഒന്ന് പ്രോപ്ഡ് കാന്റിലിവർ ആണ്. നമുക്ക് അത് ആ ഒരു ഡിഫറൻസ് സപ്പോർട്ടിനനുസരിച്ച് മാറുന്ന ഡിഫറൻസ് കാണിക്കാൻ വേണ്ടിയിട്ട് ഇട്ടെന്ന് മാത്രം. പ്രോപ്ഡ് കാന്റിലിവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കാന്റിലിവറിന്റെ ഫ്രീ എൻഡിൽ ഒരു സപ്പോർട്ട് കൊടുക്കുന്നതാണ് അല്ലെ? അപ്പോ ഇവിടെ ഫിക്സഡ് എൻഡ് ആയതുകൊണ്ട് കുറച്ച് മാറിയിട്ടാണ് ഉണ്ടാവുക, മാക്സിമത്തിൽ എത്തും. ഇവിടെ വീണ്ടും എന്താണ്? ഒരു ഹിഞ്ചർ എൻഡ് ആണ് അല്ലെ? ഒരു ഹിഞ്ചർ എൻഡ് പോലെ തന്നെയാണ്. അപ്പൊ ഇവിടെ എന്ത് ചെയ്യും? അവിടെ വീണ്ടും എന്ത് ചെയ്യും? ഡിഫ്ലക്ഷൻ ഇവിടെ കുറഞ്ഞു വരും. സപ്പോർട്ട് ഉള്ളത് കൊണ്ട് ഇവിടെ ഡിഫ്ലക്ഷൻ കുറഞ്ഞു വരും. ഓക്കെ, അതാണ് ഒരു പ്രോപ്ഡ് കാന്റിലിവറിന്റെ കേസ് വരിക. പിന്നെ നമ്മൾ കണ്ടതാണ് ഫിക്സഡ് ബീമിന്റെ കേസ് അല്ലെ? ഫിക്സഡ് ബീമിന്റെ കേസിൽ എങ്ങനെയാണ് ഡിഫ്ലക്റ്റഡ് കർവ് ഉണ്ടാവുക? എങ്ങനെയാണ്? കാരണം ഇവിടെ ഫിക്സഡ് സപ്പോർട്ട് ആയതുകൊണ്ട് റൊട്ടേഷൻ അനുവദിക്കില്ല, അവിടെ ഡിഫ്ലക്ഷൻ അവിടെ സ്റ്റാർട്ട് ചെയ്യില്ല, കുറച്ച് മാറിയിട്ട് സ്റ്റാർട്ട് ചെയ്യും, അതുപോലെ തന്നെ കുറച്ച് മാറിയിട്ട് തന്നെ എൻഡ് ചെയ്യും അല്ലെ? ഓക്കെ, സ്വാഭാവികമായിട്ടും ഡിഫ്ലക്ഷൻ ഒക്കെ ഒരു ഫിക്സഡ് ബീം അല്ലെങ്കിൽ എൻകാസ്റ്റഡ് ബീമിന് കുറവാണ്. ഓക്കെ, ഇതാണ് ഡിഫറെന്റ് ഇലാസ്റ്റിക് കർവ്. ഇതില് ഫസ്റ്റ് സിംപ്ലി സപ്പോർട്ടറും കാന്റിലിവറും ആ കർവ് നിങ്ങൾക്ക് എന്ത് ചെയ്തിരിക്കണം? അറിഞ്ഞിരിക്കണം. ഓക്കെ, നമുക്കത് ഫർദർ ആയിട്ട് ഒരുപാട് ആവശ്യങ്ങൾ വരും. ഇനി എന്താണ് ഒരു സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ ഡെഫിനിഷൻ നോക്കാം.
ആംഗിൾ മേഡ് ബിറ്റ്വീൻ ദ ടാൻജന്റ് ഡ്രോൺ അറ്റ് ദ ഇലാസ്റ്റിക് കർവ് ആൻഡ് ഒറിജിനൽ ആക്സിസ് ഓഫ് ദ ബീം. നമ്മൾ പറഞ്ഞതാണ് ആംഗിൾ മേഡ് ബിറ്റ്വീൻ ദ ടാൻജന്റ് ഡ്രോൺ അറ്റ് ഇലാസ്റ്റിക് കർവ് എന്താണെന്ന് നോക്കാം. ഓക്കെ, നമുക്ക് സെയിം ഒരു സിംപ്ലി സപ്പോർട്ടർ ബീം ഉണ്ട്, സെന്ററിൽ പോയിന്റിലൂടെ ആക്ട് ചെയ്യുന്നുണ്ട്. അതിന്റെ ഡിഫ്ലക്റ്റഡ് കർവ് ഏകദേശം ഇങ്ങനെ ആയിരിക്കും അല്ലെ. ഓക്കെ, നമ്മൾ പറഞ്ഞതാണ്. അപ്പോ നമുക്ക് സ്ലോപ്പ് ഇവിടുത്തെ സ്ലോപ്പാണ് കിട്ടേണ്ടതെന്നുണ്ടെങ്കിൽ ആ പോയിന്റിലൂടെ ഈ ഇലാസ്റ്റിക് കർവിന് ഒരു ടാൻജന്റ് വരയ്ക്കുക. അപ്പൊ അങ്ങനെ വരച്ച ഒരു ടാൻജന്റ് ആണ് ഇപ്പൊ ഇവിടെ ഈ കാണിച്ച ഈ ലൈൻ. ഓക്കെ, അതും ഒറിജിനൽ ആക്സിസ് ഓഫ് ദ ബീമും തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് സ്ലോപ്പ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതും ഈ ആംഗിൾ അല്ലെ, ഒറിജിനൽ ആക്സിസ് ഓഫ് ദ ബീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ, അപ്പൊ ആ ആംഗിൾ ആണ് എന്ത്, സ്ലോപ്പ് എന്ന് പറയുന്നത്. സ്ലോപ്പിനെ യൂഷ്വലി ഡിനോട്ട് ചെയ്യുക തീറ്റ എന്നാണ്. സാധാരണ നമ്മൾ ടാൻ തീറ്റയാണ് സ്ലോപ്പ് പറയാറില്ല, തീറ്റ എന്ന് പറയാറില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ചെറിയ വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു ആംഗിൾ ആണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ തീറ്റ എന്ന് പറയുന്നത്. അപ്പൊ ടാൻ തീറ്റ വിൽ ബി ഈക്വൽ ടു തീറ്റ ആയതുകൊണ്ട് നമ്മൾ ഇതിനെ തീറ്റ എന്ന് മാത്രമേ ഡിനോട്ട് ചെയ്യാറുള്ളൂ. അത് ഇതിനും അതുപോലെ തന്നെ സഫിക്സ് ആയിട്ട് എ എന്ന് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. കാരണം ഏത് പോയിന്റിലാണോ സ്ലോപ്പ്, ഇപ്പൊ എ എന്ന പോയിന്റിലെ സ്ലോപ്പ് ആണ് തീറ്റ എ. ഇതുപോലെ തന്നെ ബിന്റെ കേസിൽ ഉണ്ടാവില്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ആ പോയിന്റിലൂടെ ഇലാസ്റ്റിക് കർവിന് ഒരു ടാൻജന്റ് വരയ്ക്കുക. ആ ടാൻജന്റും നമ്മുടെ ഒറിജിനൽ ആക്സിസ് ഓഫ് ദ ബീം മേക്ക് ചെയ്യണ ആംഗിൾ ആണ് എന്ത്, സ്ലോപ്പ് അല്ലെ, അത് തീറ്റ ബി. ഇനി നമുക്ക് ഏത് പോയിന്റിലും ഇങ്ങനെ എടുക്കാം. ഇപ്പൊ ഈ ഒരു പോയിന്റിന്റെ സ്ലോപ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഇതിലൊരു ടാൻജന്റ് വരയ്ക്കുക, ഈ പോയിന്റിലൂടെ ഒരു ടാൻജന്റ് വരയ്ക്കുക. ഇതും നമ്മൾ ഒറിജിനൽ ആക്സിസ് ഓഫ് ദ ബീം എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഹൊറിസോണ്ടൽ ആയിരിക്കും അല്ലെ, അതും തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് സ്ലോപ്പ് അല്ലെ, സ്ലോപ്പ് എന്ന് പറയും. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു കേസിൽ തന്നെ വേറൊരു കാര്യം കൂടെ പറയാം. ഇതിൽ ഏറ്റവും സ്ലോപ്പ് കൂടുതൽ എവിടെ ആയിരിക്കും, സപ്പോർട്ടിലായിരിക്കും അല്ലെ. പിന്നെ അങ്ങോട്ട് താഴേക്ക് വരുന്ന സ്ലോപ്പ് കുറഞ്ഞു വരിക ചെയ്യാം. ഇനി ഈ സെന്ററിലെ പോയിന്റ് മാക്സിമം ഡിഫ്ലക്ഷൻ വരുന്ന പോയിന്റിൽ എന്താ സംഭവിക്കുക, ഇതിന് ടാൻജന്റ് വരച്ചാൽ ഇതിന് ഹൊറിസോണ്ടൽ ആയിരിക്കും അല്ലെ. ഇതിന്റെ ഹൊറിസോണ്ടലും മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്താണ്, ആക്സിസ് നമ്മൾ ഇത് പാരലൽ ആയി അല്ലെ, അതിന്റെ ആംഗിൾ എന്താണ്, 0. അപ്പോ മാക്സിമം പോയിന്റിൽ സ്ലോപ്പ് എന്തായിരിക്കും, അല്ലെങ്കിൽ സെന്റർ പോയിന്റിലോട് വരുമ്പോൾ സെന്ററിലാണ് പോയിന്റിലോട് എങ്കിൽ അതിന്റെ ആ സെന്ററിൽ സ്ലോപ്പ് 0 ആയിരിക്കും, ഡിഫ്ലക്ഷൻ മാക്സിമം ആയിരിക്കും അല്ലെ. അതൊക്കെ നമുക്ക് നോക്കാം എന്താണ് സംഭവങ്ങൾ. അപ്പൊ ഇതാണ് സ്ലോപ്പ്. ഇനി നമുക്ക് ഓരോ കേസിലും ഒരു സിംപ്ലി സപ്പോർട്ടർ ബീമിലും ഒരു കാന്റിലിവർ ബീമിലും എവിടെയൊക്കെയാണ് സ്ലോപ്പ് മാക്സിമം ആവുന്നത്, എവിടെയൊക്കെയാണ് ഡിഫ്ലക്ഷൻ മാക്സിമം ആവുന്നത്, സ്ലോപ്പിന്റെ വാല്യൂ 0 ആവുന്നത് എവിടെയാണെന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ അത് നമുക്ക് കർവിൽ നിന്നാണ് പറയുന്നത് അല്ലെ. ഇപ്പൊ സിംപ്ലി സപ്പോർട്ടർ ബീം ഇലാസ്റ്റിക് കർവ് വരച്ചു, നമ്മൾ എ എന്നുള്ള സപ്പോർട്ട്, എ എന്നുള്ള പോയിന്റിൽ എന്താണ്, സ്വാഭാവികമായിട്ടും വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫ്ലക്ഷൻ, അവിടെ ഡിഫ്ലക്ട് ചെയ്യുന്നുണ്ടോ, ഇല്ല. ഒറിജിനൽ പൊസിഷനും ഫൈനൽ പൊസിഷനും സെയിം തന്നെയാണ്. അപ്പൊ വൈ എ ഈക്വൽ ടു 0. തീറ്റ എ നമുക്കറിയാം മാക്സിമം ആയിരിക്കും അല്ലെ, ഇവിടുത്തെ ആംഗിൾ ആണ് മാക്സിമം വരിക. ഇവിടെ താഴോട്ട് പോകുന്നതോറും എന്താ സംഭവിക്കുക, ടാൻജന്റ് ഇങ്ങനെ വരയ്ക്കുമ്പോൾ ഓക്കെ ഈ ആംഗിള് കുറഞ്ഞു വരിക ചെയ്യുക. കർവ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നതുകൊണ്ട് കുറഞ്ഞു വരിക ചെയ്യുക. അപ്പൊ തീറ്റ എ ആയിരിക്കും മാക്സിമം വാല്യൂ. ആ വാല്യൂ എത്രയാണെന്നുള്ളതാണ് നമുക്ക് ഇനി ഈ ഒരു മൊഡ്യൂളിന്റെ ഭാഗമായിട്ട് കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ, ഇത് എങ്ങനെ കണ്ടുപിടിക്കാം, അതിന് കുറച്ച് മെത്തേഡുകൾ ഉണ്ട്. ആ മെത്തേഡുകളൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്. ആ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാം, മാക്സിമം വാല്യൂ. അതുപോലെ തന്നെ സെന്ററിൽ എന്താ വരിക, വൈ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം ആയിരിക്കും അല്ലെ, മാക്സിമം ഡിഫ്ലക്ഷൻ ആയിരിക്കും സെന്ററിൽ. അവിടെ എന്താണ്, സ്ലോപ്പ് 0 ആണ്, അതായത് തീറ്റ സി 0 ആണ് അല്ലെ. അപ്പൊ ഈ മാക്സിമം ഡിഫ്ലക്ഷന്റെ വാല്യൂ അതിനൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള വാല്യൂ ഉണ്ടാവും. ആ വാല്യൂ എത്രയാണെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഇനി എൻഡിൽ എന്താണ്, സെയിം തന്നെ എയിൽ വരുന്ന അതേ സെയിം തന്നെ വൈ ബി ഈക്വൽ ടു 0, തീറ്റ ബി മാക്സിമം അല്ലെ. ഇനി ഒരു കാന്റിലിവറിന്റെ കേസിൽ എന്താണെന്ന് നോക്കാം. കാന്റിലിവറിന്റെ കേസിൽ എന്തായിരിക്കും, എയിലെ ഡിഫ്ലക്ഷൻ എന്തായിരിക്കും, 0 ആയിരിക്കും. അവിടെ സ്ലോപ്പും എന്താണ്, 0 ആണ് അല്ലെ. വൈ എയും 0 ആണ്, തീറ്റ എയും 0 ആണ്. ബി എന്ന് പറഞ്ഞാൽ ഫ്രീ എൻഡിൽ എന്തായിരിക്കും, മാക്സിമം ഡിഫ്ലക്ഷൻ ആയിരിക്കും, മാക്സിമം സ്ലോപ്പും ആയിരിക്കും അല്ലെ. കാരണം എന്താണ്, ഇതിന്റെ ടാൻജന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഇങ്ങനെ തന്നെ ലൈനെ പോവാ. ഹൊറിസോണ്ടൽ ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ഏറ്റവും കൂടുതൽ ഇവിടെ ആയിരിക്കും അല്ലെ. സോ തീറ്റ വൈ ബി ഈസ് മാക്സിമം, തീറ്റ എ ഈസ് മാക്സിമം. ഇതെപ്പോഴും അറിഞ്ഞിരിക്കണം, എവിടെയാണ് മാക്സിമം ഉണ്ടാവുന്നത്, എന്നാലും നമുക്ക് ആ പോയിന്റിൽ ഉള്ളത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇനി നമുക്ക് ഇനി ഉള്ളത് ഡിഫറെന്റ് ലോഡിംഗ് കണ്ടീഷൻ. അതായത് ഫസ്റ്റ് ഒരു പോയിന്റിലോട് വരുമ്പോൾ
തീറ്റ ന്റെ വാല്യൂ എത്രയാണ്, YC-ന്റെ വാല്യൂ എത്രയാണ്. അതുപോലെ തന്നെ UDL വരുമ്പോഴും സെയിം കേസ്, വേറെ ഡിഫറെന്റ് ആയിട്ടുള്ള ലോഡിംഗ് കണ്ടീഷൻ വരുമ്പോൾ അതേ കേസിൽ കാൻഡിലിവറിന്റെ കേസിൽ UDL വരുമ്പോൾ അല്ലെങ്കിൽ പോയിന്റ് ലോഡ് വരുമ്പോൾ YB എത്രയാണ്, തീറ്റ B എത്രയാണ്. സോറി, ഇവിടെ തീറ്റ B ആണ്. ചേഞ്ച് ചെയ്യാം, 1 മിനിറ്റ്. തീറ്റ B. ഓക്കെ, തീറ്റ B മാക്സിമം. ഓക്കെ, തീറ്റ A 0. എത്രയാണ് സ്ലോപ്പ് ആൻഡ് ഡിഫ്ലക്ഷനെ കുറിച്ച് പറയാനുള്ളത്. ഇനി ഇതിൽ വരുന്ന ഒരു ടേം ആണ് സ്ട്രെങ്ത് ആൻഡ് സ്റ്റിഫ്നെസ്. സ്ട്രെങ്ത് ആൻഡ് സ്റ്റിഫ്നെസ്. എന്താണ് സ്ട്രെങ്ത്, എന്താണ് സ്റ്റിഫ്നെസ് നോക്കാം. ഓക്കെ, സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ ഇറ്റ് സ്റ്റെബിലിറ്റി ഓഫ് എ പാർട്ട് ഓർ എലമെന്റ് ഓഫ് എ സ്ട്രക്ചർ ടു റെസിസ്റ്റ് ഫെയിലിയർ. ഫെയിലിയർ റെസിസ്റ്റ് ചെയ്യാനുള്ള അതിന്റെ കപ്പാസിറ്റി തന്നെയാണ് ആക്ച്വലി സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ. സിമ്പിൾ ഡെഫിനിഷൻ ആണ്. എന്താണ് സംഭവം? സ്ട്രെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മൾ ആദ്യം പറഞ്ഞു ഒരു ബീം ഡിസൈൻ ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം, അതിൽ വരുന്ന സ്ട്രെസ്സുകൾ അതിന്റെ പെർമിസിബിൾ ലിമിറ്റിന്റെ അകത്താണോ എന്ന് നോക്കണം അല്ലെ. അപ്പോൾ ഒരു മെറ്റീരിയലിന് എത്രത്തോളം സ്ട്രെസ് എടുക്കാൻ പറ്റും, അതിന്റെ മാക്സിമം കപ്പാസിറ്റി എത്രയാണ് അല്ലെ. അത് നമുക്ക് മൊമെന്റിന്റെ ടേമിൽ പറയാം, ബെൻഡിങ് സ്ട്രെസിന്റെ ടേമിൽ പറയാം. മൊമെന്റിന്റെ ടേമിലാണ് മൊമെന്റ് ക്യാരിയിങ് കപ്പാസിറ്റി എന്നൊക്കെ നമ്മൾ പറയാം അല്ലെ. അതിനെയാണ് ആക്ച്വലി സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ, ആ മെറ്റീരിയലിന്റെ സ്ട്രെങ്ത്. അതിന് മാക്സിമം അത്ര എടുക്കാൻ പറ്റും അല്ലെ. അതിന്റെ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അത് ഫെയിലിയർ ആവും. അതിനെയാണ് സ്ട്രെങ്ത് എന്ന് പറയുന്നത്. അപ്പൊ എന്ത് ചെയ്യും, ടു എൻഷുർ സ്ട്രെങ്ത് ഓഫ് എ ബീം മാക്സിമം സ്ട്രെസ്സസ് ഡെവലപ്ഡ് ഇൻ ദ സെക്ഷൻ ഷുഡ് ബി വിത്തിൻ പെർമിസിബിൾ ലിമിറ്റ്സ് അല്ലെ. നമുക്ക് ഒരു സ്ട്രെങ്ത് ആവണം എന്നുണ്ടെങ്കിൽ, ഒരു മെറ്റീരിയൽ സ്ട്രോങ് ആണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ എന്താവണം, അതിൽ ഡെവലപ്പ് ചെയ്യുന്ന മാക്സിമം സ്ട്രെസ്സസുകൾ നമുക്ക് അതിൽ പെർമിറ്റ് ചെയ്യാൻ പറ്റുന്ന, ആ മെറ്റീരിയൽ പെർമിറ്റ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം പെർമിസിബിൾ സ്ട്രെസ്സിനേക്കാളും കുറവായിരിക്കണം എന്ത്, ഇതിൽ ഒരു പർട്ടിക്കുലർ ലോഡിംഗ് കാരണം ഇതിൽ ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെസ്സുകൾ അല്ലെ. അത് പറഞ്ഞു കഴിഞ്ഞാൽ ബെൻഡിങ് സ്ട്രെസ് തന്നെയാണ്. നമ്മൾ M/I = F/Y എന്ന് പറയില്ലേ, അതിന് F കിട്ടും ബെൻഡിങ് സ്ട്രെസ്. ആ സ്ട്രെസ് എന്ത് ചെയ്യാൻ പാടില്ല, അതിന്റെ പെർമിസിബിൾ ലിമിറ്റിനേക്കാളും കൂടാൻ പാടില്ല. ഈ ഒരു ഫാക്ടറാണ് സ്ട്രെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി എന്താണ് സ്റ്റിഫ്നെസ്? സ്റ്റിഫ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ പഠിക്കുന്ന കേസ് ഡിഫ്ലക്ഷൻ. ഓക്കെ, നമ്മൾ രണ്ടാമത് പറഞ്ഞു. ഇറ്റ് ഈസ് ദ ക്രൈറ്റീരിയ വിച്ച് ടെൽസ് അബൌട്ട് റെസിസ്റ്റൻസ് ടു ഡീഫോർമേഷൻ ഓഫ് എ സ്ട്രക്ചർ. ഒരു സ്ട്രക്ചറിന്റെ ഡീഫോർമേഷനുള്ള റെസിസ്റ്റൻസ്, മറ്റെന്താണ് ഫെയിലിയറിനുള്ള റെസിസ്റ്റൻസ് ആണ്. ഇത് ഡീഫോർമേഷനുള്ള റെസിസ്റ്റൻസ്, ഡീഫോർമേഷനുള്ള റെസിസ്റ്റൻസിനെയാണ് എന്തുണ്ട്, റെസിസ്റ്റൻസ് ഡീഫോർമേഷനെയാണ് ആക്ച്വലി അതിനെ സ്റ്റിഫ്നെസ് എന്ന് പറയും. ഓക്കെ, അതിനർത്ഥം എന്താണ്, നമ്മൾ ഒരു ബീമിനെ ലോഡ് ചെയ്യുമ്പോൾ അതിൽ വരുന്ന മാക്സിമം ഡിഫ്ലക്ഷൻ എന്ന് പറയുന്ന സംഭവം എന്ത് ചെയ്യാൻ പാടുള്ളൂ, പെർമിസിബിൾ ലിമിറ്റിനകത്തേ പാടുള്ളൂ. അതിനേക്കാളും എന്ത് ചെയ്യാൻ പാടില്ല, കൂടാൻ പാടില്ല. നമുക്കൊരു ഡിഫ്ലക്ഷനും ഓരോ മെറ്റീരിയലിനനുസരിച്ചും അല്ലെങ്കിൽ സ്പാനിനനുസരിച്ചും, മേജറായിട്ട് സ്പാൻ അനുസരിച്ചാ പറയാം, സ്പാൻ അനുസരിച്ച് ഇത്ര വരെ പോകാൻ പാടുള്ളൂ. ഇപ്പോൾ ഒരു 10 മീറ്റർ സ്പാനുള്ള ഒരു ബീമിന് ഒരു സെന്റിമീറ്റർ അത് ഡിഫ്ലക്ട് ചെയ്യാൻ പാടുള്ളൂ എന്നൊരു ലിമിറ്റ് അത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് കോഡുകളിൽ പറഞ്ഞിട്ടുണ്ട്. ആ ലിമിറ്റിനകത്താവണം നമ്മൾ വരുന്ന ഡിഫ്ലക്ഷൻ. അപ്പൊ അതിനകത്താണോ എന്ന് എങ്ങനെയാ നമ്മൾ ചെക്ക് ചെയ്യുക, നമുക്ക് ഇതിൽ എത്ര വരും എന്ന് അറിയണം അല്ലെ. ഇന്ന ലോഡൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇത്ര UDL കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇത്ര പോയിന്റ് ലോഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ മാക്സിമം എത്ര ഡിഫ്ലക്ഷൻ വരും എന്നുള്ളത് നമുക്ക് ആദ്യം അറിയണം അല്ലെ. എന്നാലേ നമുക്ക് അത് ലിമിറ്റിനകത്താണോ എന്ന് ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതെങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു മൊഡ്യൂളിൽ കൂടെ ചെയ്യണത്. ഓരോ ടൈപ്പ് ലോഡ് വരുമ്പോഴും എത്രയാണ് ഡിഫ്ലക്ഷൻ വരിക, എവിടെയാണ് ഡിഫ്ലക്ഷൻ മാക്സിമം വരിക, എവിടെയാണ് ലെസ് വരിക, എവിടെയാണ് സ്ലോപ്പ് കൂടുതൽ വരിക, എവിടെയാണ് സ്ലോപ്പ് കുറവ് വരിക, തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു മൊഡ്യൂളിൽ കണ്ടിന്യൂസ് ആയിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇനി ഇതിൽ മേജർ ആയിട്ട് വരുന്ന ഒരു ഡെറിവേഷൻ ആണ് റിലേഷൻ ബിറ്റ്വീൻ കർവേച്ചർ, സ്ലോപ്പ് ആൻഡ് ഡിഫ്ലക്ഷൻ. റിലേഷൻ ബിറ്റ്വീൻ കർവേച്ചർ, സ്ലോപ്പ് ആൻഡ് ഡിഫ്ലക്ഷൻ. ഇത് ഒരു ഡിഫ്ലക്റ്റഡ് ആയിട്ടുള്ള ഒരു ബീമിന്റെ പ്രോപ്പർട്ടീസ് ആണ് പറയുന്നത്. കർവേച്ചർ, സ്ലോപ്പും ഡിഫ്ലക്ഷനും തമ്മിലുള്ള ഒരു മേജർ ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്. നമുക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ഉള്ള
ഈ ഡെറിവേഷൻ നിങ്ങൾക്ക് ചോദിക്കാറുണ്ട്. ആ ഡെറിവേഷൻ ആണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ. ഓക്കെ, അപ്പൊ നമ്മൾ ഒരു സിംപ്ലി സപ്പോർട്ടർ ബീം കൺസിഡർ ചെയ്തു, അതിന്റെ ഒരു ഡിഫ്ലക്റ്റഡ് ഷേപ്പ് എടുത്തു. ഞാൻ പറഞ്ഞു ഈ ഡിഫ്ലക്റ്റഡ് ഷേപ്പ് എന്ന് പറഞ്ഞാൽ വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു ഡിഫ്ലക്ഷൻ ആണ്. മാക്സിമം വാല്യൂ ഇപ്പൊ ഞാൻ പറഞ്ഞു 10 മീറ്റർ ഉള്ളതിന് 1 സെന്റിമീറ്റർ, അങ്ങനെ വളരെ കുറഞ്ഞ, അതിലും കുറവുള്ള വാല്യൂ എംഎമ്മിലൊക്കെയാണ് ഡിഫ്ലക്ഷൻ പറയാം, കുറവുള്ള വാല്യൂ ഉള്ള ഒരു സംഗതിയാണ്. ഓക്കെ, അപ്പൊ നമ്മളൊരു ഡിഫ്ലക്റ്റഡ് കർവ് എടുത്തു, അതിന്റെ ഒരു ചെറിയ പോർഷൻ നമ്മൾ എടുത്തു, ചെറിയൊരു പോർഷൻ, ഈ റെഡിൽ മാർക്ക് ചെയ്ത ഈ ഒരു കർവിന്റെ ചെറിയൊരു പോർഷൻ. ആ പോർഷന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോ വലിയ ഒരു ലെങ്ത്ന്ന് ഒരു കർവാണ്, പക്ഷെ ആ കർവിന് വലിയൊരു കർവേച്ചർ ഇല്ല, അല്ലെങ്കിൽ അത്രയും ബെൻഡ് ഇല്ല അല്ലെ, കണ്ടാ കർവാന്ന് മനസ്സിലാവാത്ത ചെറിയൊരു സംഭവമാണ്. അതിന് ചെറിയൊരു പീസ് എടുത്തു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവാം, ഓൾമോസ്റ്റ് കർവ് ആയിരിക്കില്ല, അത് ഓൾമോസ്റ്റ് ഒരു ലീനിയർ ആയ ഷേപ്പ് പോലെ തോന്നും അല്ലെ, അതായത് ചെറിയ പോർഷൻ എടുക്കുമ്പോൾ അത് സ്ട്രൈറ്റ് ആയ പോലെ തോന്നും അല്ലെ. അങ്ങനത്തെ അത്രയും ചെറിയ മൈനൂട്ടായ പീസ് എടുത്തു, അതിനെ നമ്മൾ എൻലാർജ് ചെയ്തു. ഓക്കെ, എൻലാർജ് ചെയ്തു. ഓക്കെ, ആ ഒരു പീസിനെ നമ്മൾ ഈ ഒരു ചെറിയ പോർഷനെ നമ്മൾ ഇങ്ങോട്ട് എടുത്തു, അതിന്റെ പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ അതൊരു ഗ്രാഫ് വരച്ചിട്ടുണ്ട്. ഇതാണ് ഈ ബ്ലാക്കിൽ കാണിച്ചതാണ് ആ ഒരു ഇലാസ്റ്റിക് കർവിന്റെ ചെറിയ പോർഷൻ. അതിനെ നമ്മൾ ds എന്ന് ഡിനോട്ട് ചെയ്യണം. ds എന്ന് പറഞ്ഞാൽ ds എന്ന് പറഞ്ഞാൽ ചെറുതാണെന്നുള്ള അർത്ഥത്തിൽ. ഓക്കെ, ds. ഓക്കെ, ഈ ds ന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിനെ ഇങ്ങനെ കർവ്ഡ് ആയിട്ടുള്ള ലെങ്ത്തും ഇതിന്റെ സ്ട്രൈറ്റ് ലെങ്ത്തും വലിയ വ്യത്യാസം ഉണ്ടാവില്ല, രണ്ടും ഈക്വൽ ആണെന്ന് തന്നെ പറയാം. ഓക്കെ, അത്രയും ചെറിയതാണ്. ഇനി അപ്പൊ ഇതിന്റെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് P ഉണ്ട്, എൻഡിങ് പോയിന്റ് Q ഉണ്ട്. ഇത് രണ്ടും സെന്ററിൽ, ഇതൊരു കർവ് ആയതുകൊണ്ട് തന്നെ സെന്ററിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണെന്ന് നമുക്ക് നോക്കാം. അത് d5 ഡിനോട്ട് ചെയ്തിട്ട് നമുക്ക് നോക്കാം. അപ്പൊ അത് ആ പോയിന്റ് ആണ് O, സെന്റർ പോയിന്റ് ആണ് O. ഇനി ഈ P എന്ന പോയിന്റിലൂടെ വരക്കുന്ന ടാൻജന്റ് എക്സ് ആക്സിൽ വന്ന് മുട്ടുന്ന അല്ലെങ്കിൽ സ്ട്രൈക്ക് ചെയ്യുന്ന പോയിന്റ് ആണ്, മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് ഈ ഒരു പോയിന്റ്. അത് മേക്ക് ചെയ്യുന്ന എക്സ് ആക്സിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് ഫൈ. ഓക്കെ, അതുപോലെ തന്നെ Q എന്ന പോയിന്റിലൂടെ വരക്കുന്ന ടാൻജന്റ് എക്സ് ആക്സിലേറ്റ് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് ഫൈ പ്ലസ് d5. അതായത് ഇതിപ്പോ തമ്മിൽ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു d5 ആണെന്ന് വിചാരിക്കും. ഓക്കെ, അപ്പൊ സ്വാഭാവികമായിട്ടും ഈ മേക്ക് ചെയ്യുന്ന ആംഗിൾ തന്നെയായിരിക്കും ഇവിടെ ഉണ്ടാകുന്ന d5. അതെങ്ങനെ കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു സർക്കിളിന്റെ റേഡിയസും ടാൻജന്റും തമ്മിൽ പെർപെൻഡിക്കുലർ ആയിരിക്കും അല്ലെ. ഓക്കെ, ഫിഗറിൽ എക്സാക്ട് പെർപെൻഡിക്കുലർ ആണെന്നില്ല, ഏകദേശം പെർപെൻഡിക്കുലർ ആണ്, ഇത് പെർപെൻഡിക്കുലർ ആണ് അല്ലെ. അപ്പോ രണ്ട് ലൈൻസ് തമ്മിലുള്ള ആംഗിള്, ആ ലൈൻസിൽ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള രണ്ട് ലൈൻസും തമ്മിലുള്ള ആംഗിൾ ഡിഫറൻസ് ഈക്വൽ ആയിരിക്കും അല്ലെ. പെർപെൻഡിക്കുലർ ആയിട്ട് വരുമ്പോഴും എന്താണ്, സെയിം ആംഗിൾ തന്നെ ഉണ്ടാവുക. അതായത് ഇവിടെ വരുന്ന ഇത് 5 പ്ലസ് d5 എന്ന് പറയാൻ കാരണം ഇതിന് എക്സ്ട്രാ വന്ന ആംഗിൾ അല്ലെ, ഇത് എത്രത്തോളം, ഈ ഒരു ലൈന് d5 ആംഗിൾ ആണ് ഇങ്ങോട്ട് മാറ്റുള്ളത്, അത്രയും മാറ്റം തന്നെ ആയിരിക്കും ഈ ഒരു രണ്ട് ലൈനുകളും തമ്മിലും ആംഗിളിന്റെ ഡിഫറൻസ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഇത് d5 ആണ് ഉണ്ടാവും. ഓക്കെ, പിന്നെ ഇതില് നമ്മൾ ഇതിനെ ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരച്ചു, വെർട്ടിക്കൽ ലൈൻ വരച്ചു. ഈ ഒരു ഡിഫറൻസ് അല്ലെ, ഈ ഒരു ഡിഫറൻസ് എന്തായിരിക്കും, നമ്മൾ d5 ആയിട്ട്, സ്മോൾ y ഡിഫറൻസ്, ഇത് സ്മോൾ എക്സിന്റെ ഡിഫറൻസ്. ഓക്കെ, dx. ഓക്കെ, അതായത് ഈ ഒരു കർവിൽ കൺസിഡർ ചെയ്യുമ്പോൾ സ്മോൾ dy, ഈ ഒരു ഷേപ്പിന്റെ തമ്മിലുള്ള dy എന്ന് പറഞ്ഞാൽ എന്താണ്, സ്മോൾ ഡിഫ്ലക്ഷൻ ആണ് അല്ലെ. dx എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലെങ്ത്. ഓക്കെ, നമുക്ക് നോക്കാം. Small portion of a beam bent into an arc under the action of load. ds length of arc, phi angle which the tangent at P makes with the x-axis. Phi plus d5 is the angle which the tangent at Q makes with the x-axis. Okay. ഫിഗറിൽ ഞാൻ പറഞ്ഞു ആംഗിൾ POQ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, d5 തന്നെ അല്ലേ. ആർക്ക് ലെങ്ത്, ഇനി നമുക്കറിയാം ഒരു സർക്കിള് ഒരു ആർക്ക് അതിന്റെ സെൻട്രൽ പോയിന്റ് മേക്ക് ചെയ്യണ ആംഗിൾ തീറ്റയും, പഠിച്ചിട്ടുള്ള റിലേഷൻ ആണ്. റേഡിയസ് ആറും ആർക്ക് ലെങ്ത് എല്ലും ആണെങ്കിൽ L ഈക്വൽ ടു എന്താണ്,
ആർ തീറ്റ ആണ് അല്ലേ. എൽ ഈക്വൽ ടു ആർ തീറ്റ അല്ലേ, പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു കേസിൽ ഇതിന്റെ ആർക്ക് ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഡി എസ് ആണ്. സോ ഡി എസ് വിൽ ബി ഈക്വൽ ടു ആർ ഡി ഫൈ. ഡി എസ് വിൽ ബി ഈക്വൽ ടു ആർ ഡി ഫൈ അല്ലേ. അതിനർത്ഥം ആർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഡി എസ് ബൈ ഡി ഫൈ. ആർ ഈക്വൽ ടു ഡി എസ് ബൈ ഡി ഫൈ. ആർക്ക് ലെങ്ത് ഡി എസ് ഈക്വൽ ടു ആർ ഡി ഫൈ കിട്ടിയ മനസ്സിലായി. എൽ ഈക്വൽ ടു ആർ തീറ്റ. ആർക്ക് ലെങ്ത് ഈക്വൽ ടു റേഡിയസ് ഇൻറ്റു ആംഗിൾ. ആംഗിൾ എന്തിലായിരിക്കും, റേഡിയൻസിലായിരിക്കും അല്ലെ. അപ്പൊ ആർ ഈക്വൽ ഡി എസ് ബൈ ഡി ഫൈ കിട്ടി. അത് നമ്മൾ 1/r എടുക്കുകയാണ്. 1/r എടുക്കുമ്പോൾ എന്താണ്, ഡി ഫൈ ബൈ ഡി എസ് വരും അല്ലെ. ഡി ഫൈ ബൈ ഡി എസ്. 1/r ഈക്വൽ ടു ഡി ഫൈ ബൈ ഡി എസ് തിരിച്ചെടുത്തു, റെസിപ്രോക്കേറ്റ്. ഓക്കെ, ഇനി നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഇവിടെ ഇത്രയും ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ് നമ്മൾ എടുത്തത്. ഇതിന്റെ ഡി എസ് എന്ന് പറഞ്ഞാണ് ഇതിന്റെ ലെങ്ത് അല്ലെ. ഇതിന്റെ ഒറിസോണ്ടൽ ആയിട്ടുള്ള ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് നമ്മൾ ഡി എക്സ്. ഇത് മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു പോർഷൻ ആയതുകൊണ്ട് തന്നെ ഇതിന്റെ ഡി എക്സ് വിൽ ബി ഈക്വൽ ടു ഡി എസ് അല്ലെ. ഏകദേശം ഇതൊരു ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഒരു പോർഷൻ തന്നെ ആയിരിക്കും. ഓക്കെ, അതുകൊണ്ട് അസ്യൂമിങ് ഡി എസ് ഈക്വൽ ടു ഡി എക്സ്, അസ്യൂമിങ് ഡി എസ് ഈക്വൽ ടു ഡി എസ്, നമ്മൾ ഡി എസിന് പകരം ഡി എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സോ 1/r ഈക്വൽ ടു ഡി ഫൈ ബൈ ഡി എക്സ്. ഡി ഫൈ ബൈ ഡി എക്സ്. ഓക്കെ, അത് അവിടെ നിൽക്കട്ടെ. ഇനി ഈ ട്രയാങ്കിള് ഇവിടെ ഒരു ആറ് പി ക്യു ആർ എന്ന് പറയുന്ന ട്രയാങ്കിൾ ഉണ്ട്. ഇവിടെ ഫൈ ആകുമ്പോൾ ഈ ആംഗിളും ഫൈ ആയിരിക്കും അല്ലെ, സിമിലർ ആംഗിൾ വരും. ഓക്കെ, ഇത് മേക്ക് ചെയ്യണ ആംഗിൾ, കാരണം ഇതിന് ടാൻജന്റ് ആണ് നമ്മൾ വരച്ചത്, ഈ ലൈനും ഇത് മേക്ക് ചെയ്യണ ആംഗിളും ഫൈ ആയിരിക്കും. ഓക്കെ, കാരണം ഇവിടെ കുറെ അസംഷൻസ് വരുത്തുന്നത് എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ ഈ കർവ് നമ്മളിത് ഇത്രയും വലുതാക്കി വരച്ചതാണ്. ഈ കർവും ഈ ലൈനും ഇപ്പൊ ഈ സ്ട്രൈറ്റ് ആയിട്ട് വരച്ച ലൈനും ഏകദേശം ഒരുപോലെ തന്നെ ആയിരിക്കും, ഏകദേശം ഈക്വൽ ആണെന്ന് തന്നെ പറയാം. അപ്പൊ ഈ ഒരു ട്രയാങ്കിൾ പി ക്യു ആറിൽ നിന്ന് ടാൻ ഫൈ എടുത്തു കഴിഞ്ഞാൽ എന്ത് വരും, ടാൻ ഫൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ് അല്ലെ. എന്താണ്, ഡി വൈ ബൈ ഡി എക്സ്. ഡി വൈ ബൈ ഡി എക്സ്. ടാൻ ഫൈ ഈക്വൽ ടു ഡി വൈ ബൈ ഡി എക്സ്. ഇനി നമുക്കറിയാം ആംഗിൾ വളരെ ചെറുതാകുമ്പോൾ, സിൻസ് ഫൈ എന്ന് പറഞ്ഞാൽ വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു ആംഗിൾ ആയതുകൊണ്ട് തന്നെ, കാരണം എന്തുകൊണ്ടാ ഫൈ മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു ആംഗിൾ ആകാൻ കാരണം, ഇവിടെ ഇത് വളരെ ചെറിയ ഒരു മെറ്റീരിയൽ ആണ്, ചെറിയൊരു പോർഷൻ ആണ്. ഓക്കെ, അതുകൊണ്ടാണ് ഫൈ വെരി സ്മോൾ ആയത്. വെരി സ്മോൾ ടാൻ ഫൈ ഈക്വൽ ടു ഫൈ. എന്തുകൊണ്ടാണ് ഫൈ വെരി സ്മോൾ ആകാൻ പറയാൻ കാരണം, ആക്ച്വലി ഈ ഒരു ഫിഗർ ശ്രദ്ധിക്കുക. ഫൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പോർഷൻ ആണ്, ഡി വൈ ബൈ ഡി എക്സ് തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ്. ഈ ഒരു കർവും ഹൊറിസോണ്ടൽ ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് ഫൈ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വളരെ മൈന്യൂട്ട് ആയിരിക്കും, കാരണം നമ്മൾ ഇവിടെ എടുക്കുന്ന ഒരു പോർഷൻ അത്രയും ചെറുതാണ്. ഓക്കെ, അപ്പോ ടാൻ ഫൈ എന്താവും, ഫൈ സ്മോളർ ആവുമ്പോൾ ടാൻ ഫൈ ഈക്വൽ ടു ഫൈ ആയിട്ട് എടുക്കും അല്ലെ. മാത്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും, ആസ് ഫൈ സ്മോളർ ടാൻ ഫൈ ഈക്വൽ ടു ഫൈ. ഫൈ തീറ്റ 0 ആവുമ്പോൾ കോസ് തീറ്റ എന്താവും, 1 നടക്കൂലേ, തീറ്റ സ്മോൾ ആകുമ്പോൾ എന്ന് പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ ടാൻ ഫൈ സ്മോളർ ആകുമ്പോൾ ടാൻ ഫൈ ഈക്വൽ ടു ഫൈ. സോ നമ്മൾ ഫൈ ഈക്വൽ ടു ഡി വൈ ബൈ ഡി എക്സ് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഫൈ ഈക്വൽ ടു ഡി വൈ ബൈ ഡി എക്സ്. ഓക്കെ ആണോ. ഇനി നമ്മൾ ഇതിനെ രണ്ട് സൈഡിലും വിത്ത് റെസ്പെക്ട് ടു എക്സ് വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. സോ ഡി ഫൈ ബൈ ഡി എക്സ് എന്താവും, ഡി ഫൈ ബൈ ഡി എക്സ് വരും ലെഫ്റ്റ് സൈഡിൽ ഡി ഫൈ ബൈ ഡി എക്സ് വരും. ഇവിടെ എന്ത് വരും, വീണ്ടും എക്സ് വൈ ഡിഫറൻഷിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്, സെക്കൻഡ് ഡെറിവേറ്റീവ് ആയി അല്ലെ. ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ. ഡി എക്സ് സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ. ഡി ഫൈ ബൈ ഡി എക്സ് ഈക്വൽ ടു ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ. പക്ഷെ നമുക്ക് ഡി ഫൈ ബൈ ഡി എക്സിന്റെ വാല്യൂ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഡി ഫൈ ബൈ ഡി എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, 1/r ആണ് അല്ലെ. സോ 1/r ഈക്വൽ ടു ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ. ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ. 1/r ഈക്വൽ ടു ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ. ഇനി നമുക്ക് നമ്മൾ പഴയ റിലേഷൻ ഉണ്ട് തിയറി ഓഫ് സിമ്പിൾ ബെൻഡിങ്ങില്, എം ബൈ ഐ ഈക്വൽ ടു ഇ ബൈ ആർ ഈക്വൽ ടു എഫ് ബൈ വൈ എന്ന് പറഞ്ഞിട്ട് റിലേഷൻ ഉണ്ട് അല്ലെ. നമുക്ക് എഫ് ബൈ വൈ ഇവിടെ ആവശ്യമില്ല, എം ബൈ ഐ ഈക്വൽ ടു ഇ ബൈ ആർ എന്നുള്ള റിലേഷൻ അല്ലെ. ഫ്ലക്സുറൽ ഫോർമുല എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ടാവും, തിയറി ഓഫ് സിമ്പിൾ ബെൻഡിങ്. ആക്ച്വലി ഈ ഒരു റിലേഷൻ എടുത്തിട്ടുള്ളത് വെറും എന്തുള്ളൂ, ബെൻഡിങ് മൊമെന്റ് അല്ലെങ്കിൽ മൊമെന്റ് മാത്രം കൺസിഡർ ചെയ്തിട്ടാണ് ആണ് അവിടെ ഷിയർ ഫോഴ്സ് കൺസിഡർ ചെയ്യുന്നത്. ഷിയർ ഫോഴ്സ് കാരണം ഉണ്ടാകുന്ന സ്ട്രെസ് വളരെ നെഗ്ലിജിബിൾ ആണെന്ന് കൺസിഡർ ചെയ്തിട്ടാണ് ഈ ഇക്വേഷൻ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്.
അതുപോലെ തന്നെയാണ് ഇപ്പൊ നമ്മളും ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എം ബൈ ഐ ഈക്വൽ ടു ഇ ബൈ ആർ അല്ലെ. അതിൽ നിന്ന് നമുക്ക് 1/r സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 1/r ഈക്വൽ ടു എം ബൈ ഇ ഐ, എം ബൈ ഇ ഐ. ഓക്കെ, so m by e equal to d square y by dx square. m by i equal to d square y by dx square. ഇതാണ് നമ്മളെ റിലേഷൻ ബിറ്റ്വീൻ കർവേച്ചർ, സ്ലോപ്പ് ആൻഡ് ഡിഫ്ലക്ഷൻ എന്നുള്ള ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇതിൽ എവിടെയാണ് കർവേച്ചറിന്റെ ടേം എന്നുള്ളതാണ്. കർവേച്ചറിനെ നിങ്ങൾ മാത്സിൽ പഠിച്ചിട്ടുണ്ടോ എന്നറിയില്ല, ബേസിക് മാത്തമാറ്റിക്സിൽ പഠിച്ചിട്ടുണ്ടാവും. കർവേച്ചറും റേഡിയസ് കർവേച്ചർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, ഡിഫറൻസിയേഷനിൽ വരുന്ന ഭാഗമാണ്. പ്ലസ് ടു ഇപ്പൊ പഠിച്ചിട്ടുണ്ടാവും. 1/r ആണ് കർവേച്ചർ. ഒരു സർക്കിളിന്റെ കർവേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/r ആണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് ഡെറിവേറ്റീവ് ആണ്. ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ എന്നുള്ള ടേം ആണ് കർവേച്ചറിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. കർവേച്ചറിന്. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ ഉദ്ദേശിച്ച മൊമെന്റ് കർവേച്ചറും തമ്മിലുള്ള റിലേഷൻ ആണ്. ഓക്കെ, എം ഈക്വൽ ടു ഇ ഐ ഡി സ്ക്വയർ വൈ ബൈ ഡി സ്ക്വയർ. ഓക്കെ, ഈ ഇക്വേഷനെ പറയുന്ന പേരാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് ഫ്ലെക്സർ. ഫ്ലെക്സറിന്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് നമുക്ക് ഒരുപാട് ആവശ്യമുള്ള ഒരു ഇക്വേഷൻ. ഓക്കെ, ഇതില് ടേം നമ്മൾ എം ഈക്വൽ ടു ഇ ഐ ബൈ എമ്മിനെ ഇ ഐനെ അങ്ങോട്ട് കൊണ്ടുപോയി കേട്ടോ. അത് ഞാൻ പറയാൻ വിട്ടുപോയി. ഇ ഐനെ അങ്ങോട്ട് കൊണ്ടുപോയി എം ഈക്വൽ ടു ഇ ഐ ഡി സ്ക്വയർ ബൈ ഡി സ്ക്വയർ. ഇതിൽ ഇ ഐ എന്ന് പറയുന്ന ടേം ആണ് ഫ്ലെക്സറൽ റിജിഡിറ്റി എന്ന് പറയുന്നത്. ഇ ഐ എന്ന് പറയുന്ന ക്വാണ്ടിറ്റിനെയാണ് ഫ്ലെക്സറൽ റിജിഡിറ്റി എന്ന് പറയാം. അത് ശ്രദ്ധിക്കണം, അതിന്റെ നെയിം ശ്രദ്ധിക്കണം, ഫ്ലെക്സറൽ റിജിഡിറ്റി. ഓക്കെ, അതായത് ഈ ഇ ഐക്ക് അനുസരിച്ചാണ് എത്രത്തോളം ഫ്ലെക്സറലി അല്ലെങ്കിൽ ബെൻഡിങ് വൈസ് സ്ലേബിൾ ആണ് എന്നുള്ളത് നമ്മൾ നോക്കുക. ഓക്കെ, ഫ്ലെക്സറൽ റിജിഡിറ്റി എത്രത്തോളം സ്ട്രോങ് ആണ്, ഇ ഐ കൂടുന്തോറും ആ മെറ്റീരിയൽ സ്ട്രോങ് ആണെന്ന് അർത്ഥം. ഓക്കെ, ഇനി ഇവിടെ എങ്ങനെ സ്ലോപ്പും ഡിഫ്ലക്ഷൻ ഒക്കെ ഇവിടെ വന്നു എന്നുള്ളതാണ്. ഓക്കെ, നമ്മള് ഒരു ബീമില് മാത്തമാറ്റിക് ഡിഫറൻഷ്യൽ ടേംസിൽ പറയുകയാണെങ്കിൽ ഒരു ബീമിന്റെ ഡിഫ്ലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? y ആണ് അല്ലെ. y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫ്ലക്ഷൻ, അതിന് തൊട്ടടുത്ത ഡെറിവേറ്റീവ്, അതായത് വിത്ത് റെസ്പെക്ട് ടു എക്സ്, എക്സിനെ ബേസ് ചെയ്ത് y എത്ര മാറുന്നുണ്ട്, dy ബൈ dx എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലോപ്പ്, ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർവേച്ചർ. ഓക്കെ, അങ്ങനെയാണല്ലോ. അപ്പൊ നമുക്ക് ഇത് കർവേച്ചറും മൊമെന്റും തമ്മിലുള്ള റിലേഷൻ ആവാം. ഇതിനെ വീണ്ടും ഇന്റഗ്രേറ്റ് ചെയ്താൽ എന്താവും? ഡി വൈ ബൈ ഡി എക്സിന്റെ ടേമിൽ വരില്ലേ, അത് സ്ലോപ്പ് തമ്മിലുള്ള റിലേഷൻ ആവാം. വീണ്ടും ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താവും? അത് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയറിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡി വൈ ബൈ ഡി എക്സ് ആവും. ഡി വൈ ബൈ ഡി എക്സിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വൈ ആവും അല്ലെ. അത് ഡിഫ്ലക്ഷന്റെ ക്രൈറ്റീരിയ ആവും അല്ലെ. അപ്പോൾ അതുകൊണ്ടാണ് കർവേച്ചർ, സ്ലോപ്പ് ആൻഡ് ഡിഫ്ലക്ഷൻ തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത്. ഇത് മേജർ ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്, ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് ഫ്ലെക്സർ. ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഡിഫ്ലക്ഷൻ ഒക്കെ കണ്ടുപിടിക്കുന്നത്. നമുക്ക് ഡബിൾ ഇന്റഗ്രേഷൻ മെത്തേഡ് ഒക്കെ ഉണ്ട്, അതെല്ലാം യൂസ് ചെയ്യുന്നത് ഈ ഒരു ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ ടേം ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ കർവേച്ചറിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. വൈ ഈസ് ഡിഫ്ലക്ഷൻ, ഡി വൈ ബൈ ഡി എക്സ് സ്ലോപ്പ്, ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ദ ടേം റെപ്രസെന്റിങ് കർവേച്ചർ. കർവേച്ചർ എന്നുള്ള ടേം മാത്സിൽ പറയുന്ന അതാണ്, നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് മൊമെന്റ്. ഓക്കെ, കർവേച്ചർ ബെൻഡിങ് മൊമെന്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന ടേം ആണ് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ. ഇനിയും ഉണ്ട് ഡി ക്യൂബ് വൈ ബൈ ഡി എക്സ്, ഡി ക്യൂബ് വൈ ബൈ ഡി എക്സ് ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടേം റെപ്രസെന്റിങ് ഷിയർ ഫോഴ്സ് ആണ്. ഡി റേസ്റ്റ് 4 വൈ ബൈ ഡി എക്സ് റേസ്റ്റ് 4 എന്ന് കഴിഞ്ഞാൽ ടേം റെപ്രസെന്റിങ് റേറ്റ് ഓഫ് ലോഡിങ്, ലോഡിങ് എത്രത്തോളം ഉണ്ട് എന്നുള്ളതിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്. അത്ര ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പോകേണ്ട, അതൊക്കെ ഹയർ വേർഷനിൽ വരുന്നതാണ്. ഓക്കെ, ഇത് നമുക്ക് ആവശ്യമുള്ളതാണ് ഇത്രയും വരുന്ന പോർഷൻസ്. അപ്പൊ അതൊന്ന് നോക്കി വെക്കുക. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ട് ചോദിക്കുക. ഈ ഡെറിവേഷൻ ചോദിച്ചിട്ടുണ്ട് പലപ്പോഴും. ഓക്കെ, ഡെറിവേഷൻ വേണമെന്ന് പ്രത്യേകം സിലബസിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇത്രയാണ് ഇതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ട്. മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കണം. എം ഈക്വൽ ടു ഇ ഐ ഡി സ്ക്വയർ വൈ ബൈ ഡി സ്ക്വയർ എന്നുള്ളത് ബൈ ഹാർട്ട് ചെയ്യണം ആ ഇക്വേഷൻ. അതുപോലെ തന്നെ ഇനി നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഈ ഡിഫ്ലക്ഷൻ എങ്ങനെ, സ്ലോപ്പ് എങ്ങനെ കണ്ടുപിടിക്കാം, അതിന് 3 മെത്തേഡുകൾ നിങ്ങളെ സിലബസിൽ പറയുന്നുണ്ട്. ഒന്ന് ഡബിൾ ഇന്റഗ്രേഷൻ മെത്തേഡ്, ദെൻ മക്യൂലിസ് മെത്തേഡ്, പിന്നെ മൊമെന്റ് ഏരിയ മെത്തേഡ്. ഇങ്ങനെ 3 മെത്തേഡ് പറയുന്നുണ്ട്. ഈ 3 മെത്തേഡ് ഉപയോഗിച്ചും 2 ടൈപ്പ് ബീമുകൾ, 2 ടൈപ്പ് ബീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംപ്ലി സപ്പോർട്ടറും കാൻഡിലിവറും, അതിൽ ഓരോ ടൈപ്പ് ലോഡിങ് കേസിന് നമുക്ക്
ഓരോ എല്ലാത്തിന്റെ ആൻസർ സെയിം തന്നെയാണ്. ഓരോ കേസിൽ ഇപ്പോൾ സിംപ്ലി സപ്പോർട്ടിൽ പോയിന്റ് ലോഡ് വന്നു കഴിഞ്ഞാൽ ഡിഫ്ലക്ഷൻ ഒരു വാല്യൂ ഉള്ളൂ. അതിപ്പോ 3 മെത്തേഡിൽ ഏത് മെത്തേഡ് വെച്ച് ചെയ്താലും ഒരേ വാല്യൂ ഉള്ളൂ. പക്ഷെ ഓരോ മെത്തേഡിലും രീതിയിൽ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നമുക്ക് പഠിക്കാം. ഓക്കെ, അതാണ് ഇതിൽ വരുന്ന പോർഷൻസ്. കംപ്ലീറ്റ് ഡിഫ്ലക്ഷൻ ഓഫ് ബീം ആണ് ഈ ഒരു കംപ്ലീറ്റ് മൊഡ്യൂൾ, എൻ്റയർ മൊഡ്യൂൾ. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ് ടു ഡേറ്റ് ആയിട്ട് പോവാം. കുറെ ബാക്കിലാണ് പലരും തോന്നുന്നുണ്ട്. കാരണം പഴയ ക്വസ്റ്റ്യൻ ആൻസർ ഒക്കെ ചോദിക്കുന്നുണ്ട്. വളരെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ളത് അറിഞ്ഞതിൽ സന്തോഷം. കുറെ പേര് ചെയ്യുന്നുണ്ട്, കുറെ പേര് ചോദിക്കുന്നുണ്ട്. അത് ചെയ്യുന്നുണ്ടെന്നുള്ള തന്നെ നല്ല നിങ്ങൾക്ക് തരുന്ന നമ്മളിത്ര ചെയ്ത് കുറെ ക്വസ്റ്റ്യൻ ഒക്കെ മാക്സിമം ചെയ്യിക്കുക എന്നുള്ളതാണ് പ്രോബ്ലം പേപ്പറിന് ഞാൻ എടുക്കുന്ന ഒരു സ്ട്രാറ്റജി. പൊതുവെ നിങ്ങൾ അതിങ്ങനെ ഒരു കാര്യം തന്നെ വീണ്ടും വീണ്ടും കുറെ പറഞ്ഞതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. നമ്മൾ പറയാ എന്നിട്ട് പ്രോബ്ലം ചെയ്യാം. പ്രോബ്ലം ചെയ്യുമ്പോൾ അത് ക്ലിയർ ആയി വരും. ഒരു ഇക്വേഷൻ ആണെങ്കിലും എന്താണെങ്കിലും അതിന് എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്, അതുപോലെ തന്നെ നമ്മൾ അതിൽ നിന്ന് എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് അത് മേക്ക് ചെയ്തെടുക്കുക, എന്താണ് അതിന്റെ ഔട്ട്പുട്ട്, ആ ഇക്വേഷന്റെ ഔട്ട്പുട്ട് എന്നുള്ളതൊക്കെ പ്രോബ്ലം ചെയ്യുമ്പോഴാണ് മനസ്സിലാവും. അപ്പൊ മാക്സിമം നമ്പർ ഓഫ് പ്രോബ്ലംസ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ ഒരു ടോപ്പിക് ഒക്കെ പഠിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അത് മാക്സിമം ഞാൻ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. കഴിഞ്ഞ മൊഡ്യൂളിലൊക്കെ നമ്മൾ കുഴപ്പമില്ലാത്ത രീതിയിൽ പ്രോബ്ലം ചെയ്തിട്ടുണ്ടെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ അതൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കുക. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിച്ചാൽ മതി. ഓക്കെ, പിന്നെ ഇതിലും ഈ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക് ആണ്. നമ്മളെ ഈ ഒരു ഡിഫ്ലക്ഷനും ഷിയർ ഫോഴ്സ്, ബെൻഡിങ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ സിവിൽ എഞ്ചിനീയറിംഗിനെ സംബന്ധിച്ചിടത്തോളം ബേസിക് ഐഡിയാസ് ആണ്. അതിപ്പോ ഇത്രയും ഈസി ആയിട്ട് പഠിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബിടെക് എടുക്കുന്ന ആളുകളുണ്ടെങ്കിൽ, നെറ്റ് വഴി ബിടെക് എടുക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ബിടെക് എൻട്രി ചെയ്യുന്ന ആളുകൾക്കുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് അവിടെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. കാരണം ഇതൊക്കെ വീണ്ടും അവിടെ തുടക്കം തൊട്ട് പഠിപ്പിക്കുന്നുണ്ട് ആക്ച്വലി. ഓക്കെ, പിന്നെ കുറച്ചുകൂടി ഹയർ വേർഷനും കൂടി ഉണ്ട്. അപ്പോൾ വളരെ ഈസി ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ ഇത് കൃത്യമായിട്ട് പഠിച്ചു. വളരെ സിമ്പിൾ ആണ്, കുറച്ചൊന്ന് ചെയ്ത് നോക്കണം എന്ന് മാത്രം. എനിവേ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു.